വെൽക്കം ഗൈസ്, കൊൽക്കത്ത ട്രിപ്പിൻ്റെ തേർഡ് എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. ജ്വല്ലറിയില്ലേ വീടും കൂടെ ചെറിയൊരു ജ്വല്ലറി പോലെ ചെറിയൊരു സെറ്റപ്പ് അതിൻ്റെ കച്ചവടം. അച്ഛൻ്റെ ഏട്ടൻ്റെ വീട്, വെല്ലിശൻ്റെ വീട്. അവിടെ ഭാര്യൻ്റെ വെല്ലിശൻ മരിച്ചുപോയി. വെല്ലിമ്മയുണ്ട്, മോനുണ്ട്. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ദിവസം ബായിൻ്റെ തറവാട്ടിൽ നിന്ന് ബായിൻ്റെ സ്വന്തം വീട്ടിലേക്ക് ഇങ്ങനെ പോകുന്ന വഴിയിലാണ് ഒരു ഉന്തുവണ്ടിയിൽ പച്ചക്കറികൾ, നമ്മുടെ നാട്ടിലില്ലാത്ത ടൈപ്പ് പച്ചക്കറികളൊക്കെ ഉണ്ട്. അതും നല്ല ഫ്രഷായിട്ട്, നല്ല അടിപൊളി ഇലക്കറികൾ, അതുപോലെ ക്യാരറ്റ്, പിന്നെ മുള്ളങ്കി, പലതരം ഐറ്റംസ് ഉണ്ട്. നാട്ടിൽ കാണാത്ത ഒരു ടൈപ്പ് ഫ്രൂട്ട്സ് ഉണ്ട്. എല്ലാം ഫ്രഷാണ്. പ്രത്യേകിച്ച് കേരളം പോലത്തെ നമ്മുടെ സംസ്ഥാനങ്ങളിൽ ഇതുപോലെ ഫ്രഷ് പച്ചക്കറി കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു അപ്പാപ്പൻ ഇവിടെ ഇരുന്ന് പിലോപ്പി വിൽക്കുകയാണ്. അതും കയ്യളവ ത്രാസിലിട്ട് കട്ടിട്ടിട്ട് സാധാ രീതിയിൽ പോകുന്ന വഴിക്ക് വിറ്റുകൊണ്ടിരിക്കുക. അങ്ങനെ നേരെ നമ്മൾ അവിടെ നിന്ന് ബായിനെ വീട്ടിലെത്തി. അവിടെ രാവിലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി പുഴുങ്ങി വെച്ച കോഴിമുട്ടയും താറാമുട്ടയും കഴിക്കുന്ന തിരക്കിലാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരിട്ട് നമ്മൾ പശുവിൻ്റെ തൊഴുത്തിൻ്റെ അകത്തു കൂടെ വേണം വീടിൻ്റെ ബാക്ക് സൈഡിലേക്കുള്ള പാടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. പാടമെന്ന് പറയാൻ പറ്റില്ല, ഒരു വലിയൊരു സ്കൂളിൻ്റെ, ഒരു കേന്ദ്രീയ വിദ്യാലയ സ്കൂളിൻ്റെ ഒരു ഗ്രൗണ്ടാണ് അവിടെ ഉള്ളത്. അപ്പം പോകുന്ന വഴിയാണിത്. പശുവിൻ്റെ തൊഴുത്തും അതേപോലെ തന്നെ ആടിൻ്റെ കൂട്, പിന്നെ അതുപോലെ താറാവിൻ്റെ കൂട് എല്ലാം ഇതിനകത്ത് തന്നെയാണ്, ഓരോ ഭാഗങ്ങളിലായിട്ട്. അങ്ങനെ ജസ്റ്റ് ഞങ്ങൾ ഇവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി ഒരു ഫുട്ബോൾ കളിക്കാനുള്ള പ്ലാനാണ്. അവിടെ ദൂരത്ത് കാണാം പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്തൊക്കെ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചിരിക്കുക. അങ്ങനെ നേരിട്ട് നമ്മൾ പായുണ്ടാക്കിയ മുളകനോണ്ടുള്ള പാലം കടന്ന് ഗ്രൗണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബായിൻ്റെ വീടിൻ്റെ തൊട്ട് പിറകായിട്ട് തോട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഗ്രൗണ്ടിൻ്റെ അല്ലാതെ മറുഭാഗത്തായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്, നെല്ല്, വാഴ, അതുപോലെ കടുക് ഒക്കെ. അപ്പോൾ അവിടെയൊക്കെ ആവശ്യത്തിലുള്ള വെള്ളം ആ തോട്ടിൽ നിന്നാണ് എടുക്കുന്നത്. അങ്ങനെ നമ്മൾ പിള്ളേരെ കൂടെ ഫുട്ബോൾ കളിക്കാൻ ഗ്രൗണ്ടിലെത്തി. രാവിലെ തന്നെ ഫുട്ബോൾ കളിയിൽ നമ്മൾ ബായിൻ്റെ വീടിന് ബാക്കിലുള്ള ഗ്രൗണ്ടിൽ, വലിയ ഗ്രൗണ്ടാ. കമോൺ ഫ്രണ്ട്സ്, ഫ്രണ്ട്സ് ലോഗ്. അങ്ങനെ ഒരു അരമണിക്കൂർ നേരത്തോളം നമ്മളവിടെ ഫുട്ബോൾ കളിച്ച് പിള്ളേരൊപ്പം അടിപൊളിയായിരുന്നു. ആദ്യമായിട്ടാണ് കൊൽക്കത്തൻ്റെ മണ്ണിൽ ഫുട്ബോൾ തട്ടുന്നത്. അങ്ങനെ അവിടെ നിന്ന് നേരിട്ട് നമ്മൾ ചന്ത കാണാൻ പോയി. ചന്തയിലെ കാഴ്ചകളാണ്. ഈ മാർക്കറ്റിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊന്നും ഈ കാലത്ത് ഈ രീതിയിലുള്ള ഒരു മാർക്കറ്റ് ഇല്ല. കാരണം എന്ന് പറയുകയാണെങ്കിൽ ഇതൊക്കെ വളരെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു ചന്തയാണ്. അതേപോലെ തന്നെ ഇവിടെ കിട്ടുന്ന എല്ലാ ഈ അടുത്ത ഭാഗങ്ങളിലായിട്ട് കൊൽക്കത്തൻ്റെ പല ഭാഗങ്ങളിൽ പുറത്തെ സ്റ്റേറ്റിൽ നിന്ന് വരുന്നതൊന്നല്ല, ഇവിടെ തന്നെ ഇവർ ഉണ്ടാക്കുന്ന കൃഷി ചെയ്യുന്ന വിഭവങ്ങളാണ്. എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള, നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ് ഇവിടുത്തെ. എന്തായാലും ഇപ്പോൾ ഓണിയൻ ആണെങ്കിലും ശരി, ക്യാരറ്റ്, മറ്റുള്ള ഐറ്റംസൊക്കെ നമ്മൾ അവിടെ നിന്ന് ടേസ്റ്റ് ചെയ്തിരുന്നത്. പേരക്കൊക്കെ അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ നമ്മുടെ നാട്ടിലില്ലാത്ത തരത്തിലുള്ള പച്ചക്കറികളൊക്കെ ഇവിടെ കാണാനുണ്ട്. എല്ലാം നിറഞ്ഞൊരു മാർക്കറ്റാണ്. മീന്, ചിക്കൻ, അതുപോലെ തന്നെ പച്ചക്കറി, ഫ്രൂട്ട്സ്, അതുകൂടാതെ മറ്റ് മസാലക്കടകളൊക്കെ ഉള്ളൊരു മാർക്കറ്റ് തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ കച്ചവടക്കാരുണ്ട്. ഒരു ശർക്കരൻ്റെ ഒരു വെറൈറ്റി ഒരു സാധനം. അതിൻ്റെ ഒരു വെള്ളം ഉണ്ടായിരുന്നു, അതൊരു ഈന്ത് എന്ന് പറയും. ഈന്ത് എന്ന് പറയുന്ന ഒരു മരത്തിൽ നിന്ന് എടുത്ത ഒരു അതിൻ്റെ ഒരു സത്ത്. അതും ജസ്റ്റ് 10 റുപ്യ ഉള്ളതിന് കേട്ടോ.
കുറച്ച് രൂപ കൊടുത്ത് അതൊക്കെ ജസ്റ്റ് കുടിച്ച് അവിടെ നിന്ന് ഭാര്യയായിട്ട് കാര്യങ്ങൾ സംസാരിക്കുക, ഓരോന്നിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ. ഇതാണ് ഈന്തിൻ്റെ വെള്ളം മഹേഷിൻ്റെ കയ്യിലുള്ളത്. ഞങ്ങൾ അതൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കി ജസ്റ്റ് എങ്ങനെയുണ്ട് ഈന്തിൻ്റെ രുചി അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സുകളൊക്കെ വാങ്ങി ഞങ്ങൾ ഭായിൻ്റെ വീട്ടിലേക്ക്, അവിടെ ഭായിൻ്റെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പതിയെ മാർക്കറ്റൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുക. ഈ മാർക്കറ്റ് രാവിലെ മുതൽ ഉച്ച വരെ ഉണ്ടാവുള്ളൂ എന്നാണ് തോന്നുന്നത്, ഭായി പറയുന്നത് കേട്ടിട്ട്. അതുപോലെ തന്നെ നാട്ടിലിനെക്കാട്ടിയും വളരെ റേറ്റ് കുറവാണ് ഇവിടെയുള്ള സാധനങ്ങൾക്കൊക്കെ, എല്ലാ സാധനവും. അതുപോലെ മീനൊക്കെ എന്ന് പറയുകയാണെങ്കിൽ മീൻ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ തന്നെ ലൈവായിട്ടുള്ള ജീവനോടുള്ള മീനുകൾ, അവർ പിടിച്ചു കൊണ്ടുവന്ന മീനുകൾ തന്നെ ഇവിടെ വെള്ളത്തിലാക്കി സൂക്ഷിച്ച് ജീവനോടൊക്കെ തന്നെയാണ് അവർ സെയിൽ ചെയ്യുന്നത്. അത് ശുദ്ധജല മീനുകളാണ്. കടൽ മീനുകൾ പിന്നെ കുറച്ചാണ് ഇവർ വിൽപ്പനക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഏരിയകളൊക്കെ നമുക്കൊന്ന് പോയി നോക്കാനുണ്ട്. അതിനോட ചക്കയൊക്കെ ഉണ്ട് കേട്ടോ. ചക്കോടി വേറെ 20 പറഞ്ഞു എല്ലാം തന്നെ വഴുതിനൊക്കെ ഒരു വഴുതിനങ്ങനെ 1 കിലോ വലിയ എന്താ പണ്ട് കാലത്ത് എന്താ കൊൽക്കത്തത്തെ ഈ സൈഡിൽ മീനുകൾ, ആ സൈഡിൽ കോഴിമുട്ട, ചിക്കൻ ഇതുണ്ട്. കട്ടങ്ങിന് മീൻ ഗ്രാലൊക്കെ ഉണ്ട്. എന്തോ ചീവുള്ള കട്ടണ പിലോപ്പി വലുതല്ലേ, 1 കിലോ 2 ബ്രാലൊക്കെ നോക്കിയാ ജീവനില്ല ഭായി ബ്രാലിന്. ഇതൊക്കെ എത്ര ഭായി വില? കിലോ കത്ത് 500 അല്ലേ? 1 കിലോ മേലും 1.5 കിലോ ഉണ്ടോ? ചെമ്മീനുണ്ടല്ലോ. അത് മാലാൻ. ചന്തയിലെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ നേരിട്ട് ഭായിൻ്റെ വീട്ടിലേക്ക് എത്തി. ഭായിൻ്റെ ചേട്ടൻ നേരത്തെ പറയുന്നുണ്ട് കൊൽക്കത്തയിലെ സ്പെഷ്യൽ ബിരിയാണി കഴിച്ചിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ, അപ്പോൾ എന്തായാലും വീട്ടിൽ നിന്ന് തന്നെ ബിരിയാണി നമുക്ക് ഉണ്ടാക്കി കഴിക്കണം എന്നൊക്കെ. അങ്ങനെ അടിപൊളി ബിരിയാണി ആയിരുന്നു, ഒരു രക്ഷയില്ല. മട്ടനും ചിക്കനും മിക്സ് ആയിട്ടുള്ള ബിരിയാണി കഴിച്ച് ഞങ്ങൾ തിരിച്ച് വിശാഖപട്ടണത്തേക്ക് പോവാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭായിൻ്റെ ബിഗ് ബ്രദർ പിന്നെ അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വിശാഖപട്ടണത്തേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.